കുട്ടികൾക്ക് ബുറുദ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഹറാമല്ലേ? അന്ന് ഗവൺമെന്റിന്റെ ഗ്രാന്റ് ഇല്ല. എന്നാ ഇറങ്ങിപ്പോരണ്ടേ? ബാനത്ത് സുഹാദി പഠിപ്പിക്കുന്നു. തെറ്റല്ലേ? റസൂലുള്ളാഹിയെ പറ്റി മനാഖിബുകൾ എഴുതിയല്ലേ മറ്റേ കഅബുബിനു സുഹൈർ അല്ലേ? അതെ, അദ്ദേഹം എഴുതിയതായിരിക്കുന്ന ഗ്രന്ഥമാണ്. ശിർക്കല്ലേ അവരുടെ ഭാഷയിൽ? പഠിപ്പിച്ചില്ലേ? ഇല്ല എന്ന് വെല്ലുവിളിയോടുകൂടി ആരെങ്കിലും പറയാൻ തയ്യാറുണ്ടോ? 77കളിൽ അറബിക്ക് അധ്യാപകന്മാരായി വന്നവർ അത് പഠിച്ചിട്ടാ വന്നത്. സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഫത്വൽ മുഈൻ പഠിപ്പിച്ചിരുന്നു. തെറ്റല്ലേ നിങ്ങളുടെ വിഷയത്തിൽ? നിങ്ങൾ പഠിപ്പിച്ചില്ലേ? അവിടെ നിങ്ങളുടെ ആശയം എവിടെ പോയി? നിങ്ങളുടെ ശിർക്ക് എവിടെ പോയി? വെല്ലുവിളിയോടെ നിങ്ങൾ പറയണം. ഇതൊക്കെ ഇവർക്കറിയില്ല. പാവപ്പെട്ട പണ്ഡിതന്മാരോട് ബുഖാരിയിലുണ്ടോ മുസ്ലിമിലുണ്ടോ എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുന്നു. ഇവിടെ മാഷ് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എവിടുന്ന ബുഖാരിയും മുസ്ലിമും പോകാനുള്ള അവസരം കിട്ടിയത്? ഞാൻ വിനയത്തിന്റെ ഭാഷയിൽ ചോദിക്കുന്നു. ഇവിടെ അഫ്ദുൽ ഉലമയുടെ കാര്യം പറഞ്ഞു. അഫ്ദുൽ ഉലമ എന്ന് BAക്ക് തുല്യമാണ്. അഫ്ദുൽ ഉലമ എന്ന് പറയുന്ന ഒരു ഡിഗ്രി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് LLBക്ക് പോകാം. എന്റെ നാട്ടിൽ കുട്ടികൾ പോകുന്നുണ്ട്. ഇത് ഒന്നുമല്ല. നിങ്ങൾ വിചാരിക്കും പണ്ഡിതന്മാരിൽ ഉന്നത വാർത്ത വിടുന്ന ഒരു വസ്തുവില്ല. ഇനി പഴയ കാലഘട്ടങ്ങളിൽ എന്താ? ബുഖാരിയുടെ കുറഞ്ഞ ഹദീസുകൾ, മുസ്ലിമിൽ നിന്ന് കുറഞ്ഞ ഹദീസുകൾ, ഖുർആൻ ഇബ്നു കസീറിൽ നിന്ന് കുറഞ്ഞ ആ സൂറത്തുകളും മാത്രം പഠിപ്പിച്ചുകൊണ്ട് ഇവരുടെ ഇറങ്ങിയിട്ട് പറയാണ് കുറച്ച് സാഹിത്യം, മലയാള സാഹിത്യം പഠിപ്പിച്ചുകൊണ്ട് ഞങ്ങളാണ് ഉത്കൃഷ്ടുക്കൾ, ഞങ്ങളാണ് പുരോഗമനവാദികൾ എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുകയാണ്. ഈ ഇരിക്കുന്ന പണ്ഡിതന്മാരുടെ നിലയൊന്ന് നോക്കൂ നിങ്ങൾ. ഇവരെടുത്ത് വന്നിട്ട് ഒരു ഇബാറത്ത് വായിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങൾ പേടിച്ച് പാത്തും. സംശയം വേണ്ട. കഴിയില്ല. എനിക്കറിയാം. ഞാൻ കൂടെ കിടന്നവനാ. എനിക്കറിയാ പണി. നിങ്ങൾ ആ തരികളൊന്നും നമ്മളെടുത്ത് നടക്കൂല. ശരിക്ക് വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങളെപ്പറ്റി. കുറച്ച് സാഹിത്യം പഠിച്ചു. ഞാൻ ചോദിക്കുന്നു, എടവണ്ണ ജാമിയ നദവിയ എന്ന് പറയുന്ന സ്ഥാപനം നിങ്ങളുടെ ഉന്നതമായ സ്ഥാപനമല്ലേ? സംശയമുണ്ടോ? നിങ്ങളെ വലിയ മഖാമുള്ള നമ്മളെ മർക്കസ് സഖാഫ് സുന്നിയാന്റെ കോളേജ് സഖാഫി എന്നൊക്കെ പറയുന്ന ഡിഗ്രിനേക്കാളും വലിയാണ് നിങ്ങൾ പറഞ്ഞത്. അവിടുന്ന് സ്വലാഹി ബിരുദമെടുത്ത ഒരു അംസ മൗലവി എന്റെ നാടാകുന്ന എടക്കുളത്തെ പള്ളിയിൽ വരിക. അയാൾ ഖതീബും അവിടെ എല്ലാം കൂടി ആക്കാൻ വേണ്ടി മൂപ്പരണ്ട് കൂടുന്നതൊക്കെ കൂടിയാണ്ട് ആക്കിയിട്ടു. അത് ഞാൻ മുൻ അധ്യാപകനാണെന്നാണ്, മുൻ അവിടുത്തെ ലെക്ചർ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങളെ പള്ളി കണ്ട് പൊന്നാര ബീബി നിങ്ങൾ നാളെ നേരമ്പളക്ക് നോക്കാണ്ട് പോയാൽ മതി. എത്ര ഉറുപ്പ്യയുള്ളൂ? ഒരു 10 ഉറുപ്പ്യ, 5 ഉറുപ്പ്യ. ആണുകൊണ്ട് പോയാൽ 10-15 ഉറുപ്പ്യ ഞങ്ങൾക്ക് പോയി തരാം ഇടക്കുളത്തേക്ക്. ആ കുന്നമ്പുറത്തേക്ക് എത്ര മുമ്പിട്ട് കാണാ പള്ളി. ഇത് അവിടത്തെ ഇടക്കുളത്തെ മാത്രം പള്ളിന്റെ അവസ്ഥയല്ല, എല്ലാ പള്ളിന്റെ അവസ്ഥയാണ്. പരിശുദ്ധ ഖുർആൻ ഇവർ എടുത്തു നോക്കൂല. വെള്ളിയാഴ്ച പോലും ഒരു അൽക്കഫ് എടുത്ത് ഓതില്ല. എന്തൊരു തെളിവുകളുണ്ട്? അബ്ദുസ്സലാം സുല്ലമി ഇപ്പോൾ പറയുന്നു അൽക്കഫ് ഓതുന്നതിന് യാതൊരു തെളിവുകളുമില്ല. പിന്നെ ഇവിടുന്ന് ഓതാൻ എവിടുന്ന് അവർ പഠിപ്പിച്ചത്? അപ്പൊ അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അങ്ങനെ എന്റെ അടുത്ത് ഈ പള്ളിയിൽ ഇയാൾ വന്നു. ഞാൻ പറഞ്ഞ മറ്റു കാര്യമുണ്ട്, അത് പറയാം. എപ്പം നിർത്തൂട്ടാ, സമയം വൈകണ്ട. അവൻ എന്ത് ചെയ്തു? ഇയാൾ വന്നിങ്ങനെ നിന്നപ്പോ ഞാൻ പറഞ്ഞു, അലമാറയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ബുഖാരിയും മുസ്ലിമും ഉണ്ട്. ഒരു അറബി വഖഫ് ചെയ്താണ്. അറബി വിചാരിച്ചിട്ടുണ്ടാവും ഇത് വലിയ വിവരമുള്ള ഒരു കോളേജിൽ കണ്ട് കൊടുക്കേണ്ടി അവിടെ കണ്ടമാനം പഠിക്കാൻ കുട്ടികളുണ്ടാവും വിചാരിച്ചിട്ടുണ്ടാവും. മൂപ്പര് അങ്ങനെ ഒരു യാദൃശികമായിട്ട് വേറൊരു വ്യക്തിക്ക് വേണ്ടി വഖഫ് ചെയ്താ. അത് കൊടുത്തയച്ച് അയാൾ പൗതി ഇവിടെയും കൊടുത്ത് പൗതി അവിടെ സുന്നി പള്ളിക്കലും കൊടുത്ത്. അത് ഇപ്പോൾ ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ ഇതിങ്ങനെ ഇരിക്കുന്നുണ്ട്, പൊടി പൊടിച്ചിങ്ങനെ ഇരിക്കുക. ഇപ്പോഴും അതേ അവസ്ഥ തന്നെ. കുറച്ച് ദിവസം മുമ്പിട്ട് ഞാൻ ആയിക്കോയി പോകുമ്പോൾ കാണാം, അതിനുള്ളിൽ കിടക്കണ്ട, അത് നോക്കിയാൽ കാണാം. ആ ജനൽ തുറന്നിട്ടുണ്ടെങ്കിൽ ആയിക്കോടെ നോക്കിയാൽ കാണാം. അത് അച്ചേൽക്കിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, മൗലവി എന്തേ നമ്മക്കിപ്പോ ഏതായാലും ഖുർആൻ ക്ലാസ് നിങ്ങൾ എടുക്കുകയാണല്ലോ, ഹദീസ് ക്ലാസ് ഉണ്ടായിക്കോട്ടെ, ഒരു ദിവസം ബുഖാരി ആയിക്കോട്ടെ, ഒരു ദിവസം മുസ്ലിം ആയിക്കോട്ടെ, അത് നമുക്ക് അടുത്ത് തുടങ്ങിക്കൂടെ? മൂപ്പര് എന്നോട് പറയാം, പൊന്നാന മൗലവി എനിക്കായി തിരിഞ്ഞിട്ട് വേണ്ടേ. നിങ്ങൾ നോക്കണം, ഒരുപാട് കാലഘട്ടങ്ങളിൽ ഒരുപാട് സബക്കുകൾ നടത്തി ഒരുപാട് പണ്ഡിതന്മാരെ വാർത്തുവിടുന്ന 10-30 കൊല്ലം ദർസ് നടത്തുകയും പഠിക്കുകയും ചെയ്ത് സനതെടുത്ത ഈ പണ്ഡിതന്മാരോട് ചോദിക്കുക ബുഖാരി ഉണ്ടോ? ഒരു മത്തിനും സലഹം പറയങ്ങൾ പഠിച്ചിട്ടുണ്ടോ? എന്നിട്ടല്ലേ ബുഖാരി. അപ്പോഴാണ് അല്ലേ ഉസ്താദേ ഒന്ന് ഓർമ്മപ്പെടുത്തിയത്. ഇത് നമ്മളപ്പോ ഇതിന്റെ വലിയ നേതാവിന്റെ സ്ഥിതി അപ്പോഴാണ് നമ്മൾ കണ്ടത്. ചങ്ങരംകുളത്ത് നടന്ന ആ സമ്മേളനത്തിന് അന്ന് അത്ര വലിയ നമുക്ക് തലക്കെച്ച് കിടന്നുറങ്ങാം. അങ്ങനെയാണ് അതിന്റെ സോവനിയർ ചെയ്തിട്ടുള്ളത്.
അതിലുണ്ട് AP അബ്ദുൽ ഖാദർ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ അവരുടെ ഉന്നതനായ മനുഷ്യൻ. ഇപ്പൊ അടുത്ത ദിവസം വന്നിട്ട് മൂപ്പര് ഈ സമ്മേളനത്തിൽ പറഞ്ഞൊരു വർത്തമാനം ഞാൻ കേട്ടു, കുറെ ചിരിച്ചു മണ്ണ്. അപ്പൊ മൂപ്പര് പറഞ്ഞ സത്യ. ഞാൻ അധികം പ്രസംഗിക്കുന്നില്ല. എന്താ പ്രസംഗിച്ചാൽ നിങ്ങളും ബുദ്ധിമുട്ടും ഞാനും ബുദ്ധിമുട്ടും, കാരണം ആ നിലക്കാണ് സ്ഥിതി. അതുകൊണ്ട് ഇനി ഞാൻ പ്രസംഗിക്കണില്ല. അപ്പൊ ആ AP അബ്ദുൽ ഖാദർ മൗലവി എന്തുകൊണ്ടാണ് ഇനി ഇതിരിക്കട്ടെ, ഈ അംസ മൗലവിന്റെ അവിടെ ഇരിക്കട്ടെ, മൂപ്പര് ബുഖാരി മുസ്ലിമിന്റെ സ്ഥിതിയാണിത്. ഇനി AP അബ്ദുൽ ഖാദർ മൗലവിയാണ് ഇന്ന് അവരെ തലമുതിർന്ന നേതാവ്. അദ്ദേഹത്തിന്റെ ആ ചരിത്രമാണ് സുവനീറിൽ ആദ്യം ചങ്ങരകുളത്തിന്റെ അവരെഴുതിയ എത്ര അട്ടുണ്ട്, അതിലാദ്യം കൊടുത്തിരിക്കുന്നത്. അതിൽ AP അബ്ദുൽ ഖാദർ മൗലവി പറയാണ്, ഞാൻ നാദാപുരം പള്ളിയിൽ സുന്നി പള്ളിക്കൽ പഠിക്കരുന്ന്. നാദാപുരത്തെ മൂപ്പര് പഠിച്ചിരുന്നു. പത്തപ്പിരിയാണ് അദ്ദേഹത്തിന്റെ ശരിക്കുള്ള നാട്. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, കോഴിക്കോട് ഇറങ്ങും. എന്തിനാന്ന് നിങ്ങൾ വിചാരിച്ച് ചാടിക്കാനാണെന്നാ? അല്ല, ഞാനൊരു മാതൃഭൂമി പത്രം നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന പത്രം തന്നെ, പക്ഷെ വലിയ ഇഷ്ടമായിട്ട് ഞങ്ങൾക്കത്. കാരണം ബാലു പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ എവിടെ എന്താ പോയെന്ന് ചോദിച്ചാൽ പറഞ്ഞില്ല. മാതൃഭൂമി വായിക്കുന്നതാണോ അതോ പരീക്ഷ വീട്ടിൽ ഖുർആൻ ഓതുന്നതാണെന്ന്? ഞാൻ പറയും മാതൃഭൂമി വായിക്കുന്നതാണ് നല്ലതെന്ന്. കാരണം കക്കൂസിൽ നമ്മൾ ഖുർആൻ ഓതാനുണ്ടോ? അപ്പൊ പിന്നെ മാതൃഭൂമി വായിച്ചൂടെ അവിടെ? അപ്പൊ മരിച്ച വീട് കക്കൂസാണ് തന്നെ അയാൾ അല്ലാഹു സുബ്ഹാനല്ലാഹ്. അതൊക്കെ പറഞ്ഞാൽ ആ പ്രസ്ഥാനത്തിൽ ചങ്ങായിമാർ നിങ്ങൾ എങ്ങനെ നിന്ന് പോരുന്നത്? ഞാൻ വിനയത്തിന്റെ വാശിയിൽ നിങ്ങളോട് വാശിയും വീറൊക്കെ വിട്ടാളി. നിങ്ങൾ ആ പ്രസ്ഥാനത്തിൽ എങ്ങനെയാണ് സുഹൃത്തുക്കളെ നിന്ന് പോരുന്നത്? ഓരോരുത്തർക്ക് പറ്റിയ തൊള്ളയിൽ വന്നൊക്കെ പാട്ട്. ബാലു ഒരു പാട്ട് പാടും, സക്കരിയ മറ്റൊന്ന് പാടും, പിന്നെ മറ്റേ ആ പെണ്ണെട്ടേനുണ്ടല്ലോ, പെൺകെട്ടേൻ എന്താണ് പേര്, പെണ്ണെട്ട സുഹായ ചുങ്കത്തറ, അയാൾ ബാറെന്ന് പാടും. എല്ലാം കൂടി ആകെ കൂടി നസി കുസിയായിട്ട് അല്ലാഹുമ്മ ഇന്നലക. എന്താണ് ഇപ്പൊ അതിന്റെ സ്ഥിതി നിങ്ങൾ അറിയോ സുഹൃത്തുക്കളെ? നിങ്ങൾ വിട്ടുപോന്നാളെയും സലാം ചെല്ലിക്കാളിയും. വളരെ അതിവിദൂരമല്ലാത്ത കാര്യം. അല്ലാഹ് ഇനി അതിൽ ആരുണ്ടാവില്ല. ഈ തല മുതിർന്നപ്പോ അയാൾ പറഞ്ഞില്ല, ഇനി ഞാൻ പറഞ്ഞാൽ നിങ്ങളും ചുറ്റും ഞാനും ചുറ്റുമെന്ന്. ആ നിലക്കുള്ള ഒന്ന് രണ്ടോട് കഴിഞ്ഞാൽ സലാം ടീ പൂട്ടേ എടുത്തേക്കാര്. അപ്പോ മൂപ്പര് നാദാപുരത്ത് ഇറങ്ങുന്ന എന്തിനാരെയും മാതൃഭൂമി വാങ്ങാനാ. അങ്ങനെ മാതൃഭൂമി വാങ്ങി അങ്ങനെ മൂപ്പര് അത് പള്ളിയിൽ കണ്ടു കൊണ്ടുപോകും. എന്നിട്ട് കിതാബിന്റെ ഇടയിൽ വെച്ചിട്ട് മൂപ്പര് കിതാബ് ഓതല്ല പണി. മൂപ്പര് ഇതിങ്ങനെ മറിച്ചിട്ട് ഇങ്ങനെ നോക്കും. ഇന്നത് ഒരു മാസത്തേക്കുള്ള എന്റെ വിഭവമാണ്. ഒരു മാസം വരെ എനിക്കിത് മതി. ഒരു പത്രേ, നമ്മൾ ഡെയിലി പത്രം വായിച്ചല്ലേ, പിന്നെ ഒരു ദിവസം കഴിഞ്ഞാൽ പിന്നെ എടുക്കുമല്ലോ. മൂപ്പര് എന്ത് ചെയ്ത് കിതാബിൽ വെച്ചിട്ട് ഇങ്ങനെ വായിക്കും. വ്യാഴാഴ്ച എല്ലാവരും നാട്ടിൽ പോവുമല്ലോ. നാട്ടിൽ പോകുമ്പോൾ മൂപ്പര് ഇത് കിതാബ് മിമ്പറം വെച്ച് മുക്കടി വന്നിട്ട് മിമ്പർ ഒന്ന് ഷാഫാക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഇങ്ങനെ കിതാബിൽ മാതൃഭൂമി ഇരിക്കുന്നുണ്ട്. അപ്പൊ മൂപ്പര് എന്ത് ചെയ്തെന്ന് എടുത്തു നോക്കുമ്പോൾ AP അബ്ദുൽ ഖാദർ ഉസ്താദിന്റെ അടുത്ത് കൊണ്ടേ കൊടുത്തു. അപ്പൊ ഉസ്താദ് ഇയാൾ വന്നപ്പോ പറഞ്ഞ്, കുട്ടിയെ ഒന്നും കാട്ടിയില്ല, നല്ല ഉപദേശം കൊടുത്തു. ഇത് മാതൃഭൂമി പത്രമൊക്കെ വായിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്ത് ചെയ്യുന്നറിയോ, കിതാബ് ഇതിൽ എഴുതിക്കാൻ വ്യക്തമായിട്ട് എഴുതി. നിങ്ങൾക്ക് മലയാളത്തിൽ നോക്കിയാൽ കാണും. കിതാബ് ഓതുന്ന നേരത്തെ എന്റെ കുട്ടി ഇത് ചെയ്യരുതിട്ടാ. ഇത് മൂപ്പർക്ക് പറ്റിയില്ല. എന്നോട് ഇങ്ങനെ പറയും. അത് പച്ച മലയാളത്തിൽ അത് എഴുതിക്കണ്. സോനീർ എവിടെ ഉണ്ടാ നോക്കി. ഈ ചങ്ങരംകുളം സമ്മേളനം ഇപ്പൊ കഴിഞ്ഞ പോലെ പൂരം അല്ല സമ്മേളനം എന്താ പൂരം എന്താന്ന് എനിക്കറിയില്ല. കൂടിയാണ്. അങ്ങനെ മൂപ്പര് പറഞ്ഞു, നോക്കുമ്പോ അത് തന്നെ ശരിയാണ്. അപ്പൊ എന്ത് ചെയ്ത് ഇന്നാ ഞാൻ കാണിച്ചു തരാം, ഞാനില്ല. മൂപ്പര് എന്ത് ചെയ്ത് ഈ പുളിക്കൽ കണ്ടുപോയി. ഏതൊരു മൗലവിന്റെ കൂടെ മൂപ്പരാണ്ട് കൊണ്ടേ. പിന്നെ മൂപ്പര് അവിടെ കൂടിയിട്ട് മുജാഹിദായി. അപ്പോഴാണ് ഞാൻ ഇത് കുറച്ച് മുമ്പിട്ട് പറഞ്ഞു വിചാരിച്ച് മൊയ്തീൻ മൗലവി കുന്നുമ്മേൽ എന്ന ഒരാളുണ്ട് രണ്ടാമതായി കാണുന്നത്. മൂപ്പരെന്ത് ചെയ്യുന്നറിയോ, ഉളുപ്പില്ലല്ലോ, അത് കുന്റെ നാട്ടിലുള്ള സ്ഥിതിയാ. എന്ത് ചെയ്തു മൊയ്തീൻ മൗലവി കുന്നുമ്മേൽ എന്ത് ചെയ്ത് അതിലുണ്ട് ലേഖനോ. മൂപ്പരിങ്ങനെ ഒരു അടുത്ത പെരക്കാരൻ ഒരു റാത്തീബ് വിളക്കുണ്ട്, ആണ്ട് പിടിച്ച് മൂപ്പരാളെ ചെന്ന് നോക്കുമ്പോൾ നല്ല മേലാപ്പൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കല്ലോരും ഇരുന്നപ്പോൾ മൂപ്പർക്ക് തോന്നി ഇബിലീസ് പറഞ്ഞ് എണിച്ചാടാന്ന്. മൂപ്പര് വല്ല ഈണ്ടിച്ചിട്ട് എന്ത് ചെയ്യുന്നത്, അതിന്റെ അടുത്തൊരു ബൈക്കോ കൊണ്ട് എന്തോ ഉണ്ട്, അവിടെ മാറി കുത്തിരുന്നു, ആരും കാണാതെ. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു വിചാരിച്ചു, ഞാൻ ആലത്തൂര്. അപ്പൊ മൊയ്തീൻ കുന്നുമ്പേന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞു വിചാരിച്ചപ്പോ എല്ലാവരും ഞാൻ പറഞ്ഞുതരാനപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട അലി സക്കാഫി ഉസ്താദ് പറഞ്ഞ്, അല്ല നിങ്ങൾ അതൊന്നും പറഞ്ഞില്ല പറഞ്ഞു. അത് ഞാനും പറഞ്ഞു അവിടുന്ന് മൂപ്പര്. അങ്ങനെ മൂപ്പര് എന്ത് ചെയ്ത് ഈ ബൈക്കോ കൊണ്ടേക്ക് ഇങ്ങനെ ഇരുന്നിട്ട് മൂപ്പര് ഈ മൗലൂദ് റാത്തീബ് കഴിയുന്നത് വരെ ഇബിലീസാണ്ട് പോണ്ടാണ്. ചോറിന്റെ വാസന ബിരിയാണി ഇങ്ങനെ ഇറച്ചും ചോറും കൂടി ഇങ്ങനെ നന്നായിട്ട് വരണ്ട. മൂപ്പര് എന്ത് ചെയ്ത് ഇവരുണ്ട് മൗലൂദിന് കഴിഞ്ഞ് വരുന്ന നേരത്തെ തന്നെ ഇവരുണ്ട് ഇയാളുണ്ട് വന്നും കൊണ്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് ഇറച്ചും ചോറാണ്ട് കഴിക്കായിരുന്നു മൂപ്പര് എഴുതിക്കുക. അവിടെ നോക്കാണ്ട് നിങ്ങൾ ചോറ് കഴിക്കണം. ഇത് തന്നെയാണ് അവസ്ഥ.
ഇന്റെ നാട്ടില് അവിടത്തെ എടക്കുളം മഹല്ലത്ത് 2 മഹല്ലുണ്ട്, അവിടെ ഇല്ലാത്ത വരാൻ പറ്റൂല. അപ്പോ വലിയ മഹല്ലത്ത് മറ്റു. അപ്പൊ അങ്ങനെ അവിടെ മഹല്ല് കമ്മിറ്റി മാറിയപ്പോ എല്ലാ വീടുകളിലും റബീഉൽ അവ്വലിന്റെ ചോറ് എത്തിക്കാൻ വേണ്ടി അവർ മുജാഹിദും സുന്നിയും ഒന്നും നോക്കാതെ എല്ലാ വീടുകളിലും അവർ നെയ്ച്ചോറും ഇറച്ചിയും അവിടെ എത്തിച്ച്. അപ്പൊ ഞാൻ അങ്ങനെ ചെന്ന് നോക്കുമ്പോ ഇൻഡോടിണ്ടി ഇരിക്കണ ഇങ്ങനെ. അപ്പൊ ഞാനും തന്നെ ഇങ്ങനെ ആലോചിച്ച്, ആ ഇറച്ചി ഞങ്ങളവിടെ നിങ്ങളവിടെ എങ്ങനെ ഉണ്ടാക്കാൻ നിൽക്കുക അറിയില്ലട്ടാ. നല്ല മസാല കൂട്ടിയിട്ട് ഇങ്ങനെ ഉലുവും മുതിരൊക്കെ ഇട്ടാൽ നല്ല സ്മെല്ല, തിന്നാൻ വേണ്ടി ആകർഷിക്കും. ഞാൻ എന്റെ അമ്മ പോയ നേരത്ത് എല്ലാവരും അറിയാം ഒരു കണ്ടം തിന്നു. എന്നിട്ട് ഞാൻ പള്ളിയിലേക്ക് വന്നു. അപ്പൊ അവിടെ ഉബൈദ് പോലെ പുറങ്ങ്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ വ്യക്തമായിട്ട് പറയാം. ഇവിടെ ഈ അൻസാറിക്കോളെ അധ്യാപനം നല്ല വിവരമുള്ള മനുഷ്യനായ ആള്. മൂപ്പർക്ക് വിവരമൊക്കെ ഉണ്ട്, പക്ഷെ പേച്ചു പോയിന്നുള്ളൂ. അങ്ങനെ മൂപ്പര് പറഞ്ഞ്, ഞാൻ പറഞ്ഞു എന്ത് രസം തന്നെ. ഞാൻ പണ്ട് കാലത്ത് ഞാൻ മൂപ്പര വലിയ മൂല്യരായിരുന്നു. അങ്ങനെ ഇതാവും ഒരു 2 കണ്ടം കിട്ടുമെന്ന് ചോദിച്ചു. ചിരിക്കാൻ വേണ്ടി പറയല്ല. ഞാൻ വല്ല സുഖാര്യത്തിൽ ഉമ്മ വരുന്ന മുമ്പിട്ട് തന്നെ ഇത് എടുത്ത് പോയിഞ്ഞ് മൂപ്പര് കൊണ്ടുപോയി കൊടുത്ത്, നമ്മൾ 2 പൊറാട്ടയും കൊണ്ടിരിക്കാറ്, നമ്മൾ 2 കാലിച്ചായ ഉണ്ടാക്കി ഓടിച്ച്. അപ്പൊ അതെന്താണല്ലോ ഫത്വ? അത് ഞാൻ ചോദിച്ചു. ഇതൊന്നും നിങ്ങൾ നിഷേധിക്കണ്ട. ഉമ്മർ മൗലിയുമായിട്ട് ഞാൻ നല്ല ബന്ധമായിരുന്നു. കാരണം കുഞ്ഞാവാജിലൂടെ വരുമ്പോൾ ഞാനും ഗൾഫിൽ, അതുപോലെ എന്റെ അളിയൻ ഗൾഫിലുണ്ടായിരുന്നു. അപ്പൊ അവിടെയൊക്കെ ചെല്ലുമ്പോൾ മൂപ്പര് അവിടെ വരുന്നുണ്ടാവും. മലബാരി എന്നാണ് പറയാം. അപ്പൊ മൂപ്പരൊരു ഫത്വ ഉണ്ട്. എന്തെന്ന്, നമ്മളൊരു സ്ഥലത്ത് കൂടി ഇങ്ങനെ പോകുമ്പോ നമുക്ക് ഭക്ഷണമൊന്നും കിട്ടാനില്ല, വലിയ വിഷമത്തിലാണ്. ഇവിടൊക്കെ ഇപ്പൊ വലിയ വിഷമത്തിലല്ല ഭക്ഷണം കിട്ടാൻ. അങ്ങനെ കിട്ടാതെ വന്നപ്പോഴാണ് മൗലൂദ് നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ മൂപ്പര് ഒറ്റ ഫത്വ കണ്ണും ചിമ്പി. എന്താ അറിയാലോ, അതന്നെയാണ് ഇപ്പൊ ഇത്. മൂപ്പര് പറഞ്ഞു, അപ്പൊ എന്ത് ചെയ്യാ, വിശപ്പടക്കാൻ വേണ്ടി ഞാൻ വിശപ്പടക്കാൻ എന്താണല്ലേ ഭക്ഷണം കഴിക്കണത് എന്ന് പറഞ്ഞിട്ട് പള്ള നിറച്ച് തിന്നോളീ. ആ ഫത്വ തന്നെയാണ് ഇവിടെ തന്നതും. അപ്പൊ എന്താ സ്ഥിതി നിങ്ങളൊന്ന് നോക്കണം. അങ്ങനെ എന്ത് പറഞ്ഞു, അവിടുന്ന് ഞാൻ ഈ മദ്രസയിലേക്ക് ഞാൻ മറ്റൊരു തിരിച്ചു വരാം. അധ്യാപകനായിട്ട് വന്നു. അധ്യാപകനായിട്ട് നിന്നപ്പോ എനിക്ക് തോന്നി, പടച്ചോനെ എന്റെ ആചാര്യ അവർ വലിയ സാഹിത്യമൊക്കെയാണ്, മാതാവ് കുക്കിടം ഭുജിക്കുന്നതൊക്കെയാണ്, ഉമ്മ നമ്മൾ കോഴി നെല്ല് നിന്ന് പറഞ്ഞതിനൊക്കെ ഒരു പറഞ്ഞത്. എന്നാലും നിങ്ങൾ നോക്കി ഒരു സാധാരണ കിട്ടണത് വരെ ഞാൻ നിന്നോളാണ്. ഞാനവിടെ ചെന്നിട്ട് ഈ കുട്ടികളോട് ചോദിച്ചു, മക്കളെ ഹൽക്കിന്റെ അക്ഷരം എത്രയാണെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് 6 അറിയില്ല. ആഹിന്റെ മോളിൽ പുള്ളിട്ടത് പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് പറയാ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്റെ അടുത്ത് പഠിപ്പിക്കുന്ന പഴക്കം ചെന്ന കുറ്റൂരി എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾക്ക് അറിയല്ലോ, ഇവിടെ അടുത്ത് തന്നെയല്ലേ, പട്ടണക്കാവുന്ന അങ്ങോട്ട് കയറിപ്പോയാൽ മതി. ബഹുമാനപ്പെട്ട നൗസാദ് ഉസ്താദ് ഇപ്പൊ ദർസായി കോളേജ് പ്രിൻസിപ്പളായി നിൽക്കുന്ന സ്ഥലമാണ്. അവിടെ ഉള്ള ഒരു മൊയ്തീൻ മൗലവിയുണ്ട്. മൂപ്പര് നമ്മൾ നാട്ടിൽ തന്നെ. അത് പഴക്കം ചെന്ന മുജാഹിദിന്റെ കുറച്ച് ആളുകളുടെ സ്ഥലം. അവിടെ കുറെ കാര്യം മൂപ്പര് പഠിപ്പിക്കുന്ന. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ അവിടുത്തെ കുട്ടികളെ സ്ഥിതി തന്നെ ഇതിനേക്കായും കട്ടാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഒരൊറ്റ കുട്ടിക്ക് ഹുറൂഫുകളുടെ മഹാരിജ് പറയാൻ വയ്യ. ഇതിനെന്താണ് കാരണം? ഇത് ആരവിടെ പഠിപ്പിക്കാൻ പറ്റുന്നത്? ഇവിടെ റഹീം സാഹിബ് പറഞ്ഞതുപോലെ ഒന്നും തിരിയാതെ ഈ അൻസാർ അറബി കോളേജിൽ വരുന്ന കുട്ടികളെ ചായക്ക് കാശ് കിട്ടും എന്നുള്ള ഉദ്ദേശത്തിന്റെ മുകളിൽ ഇവറ്റങ്ങൾ വന്നിട്ട് ഇറ്റങ്ങൾ ഇങ്ങനെ കലമും കിതാബും കുർസിയും എന്ന് പറഞ്ഞിട്ട് പഠിപ്പിച്ചു കൊടുക്കുക. ഇവറ്റങ്ങൾക്ക് ഖുർആൻ പഠിപ്പിക്കാൻ വയ്യ. അങ്ങനെ ഞാൻ ആഹിന്റെ മുകളിൽ പുള്ളിയുടെ ഹാ പറയാൻ വേണ്ടി അനവധി പ്രാവശ്യം ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തപ്പോഴൊക്കെയും ആ കുട്ടിക്ക് ഹാ എന്നുള്ള അക്ഷരം ഹാഹ് ഹാഹ്. അതുപോലെ തന്നെ റാല്, അതുപോലെ സ്വാദിന്റെ മുകളിൽ പുട്ടുള്ള വാദ്, ത്വാഇന്റെ മുകളിൽ പുട്ടുള്ള ദ്വാ, ഇത് പറയാൻ കഴിയുന്നില്ല സുഹൃത്ത്. ഇതൊക്കെ റാഇന്റെ മുകളിൽ പുട്ട് സാഇനെ തുല്യപ്പെടുത്തിയാ പറയുന്നത്. അപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോൾ അവിടെ ഖുർആൻ പഠിക്കാൻ കിട്ടുന്ന അവസരമില്ല. ഞാൻ പുസ്തകങ്ങൾ എടുത്തിട്ടില്ല. അങ്ങനെ ഞാൻ പഠിപ്പിക്കുന്ന തജ്വീദ് എടുത്ത് നോക്കുമ്പോൾ അന്ന് 4ലേക്കും 5ലേക്കുമുള്ള തജ്വീദ് എടുത്ത് നോക്കുമ്പോൾ മുഹയ്യദ്ദീൻ ഉമരിയുടെ ഈ തജ്വീദിൽ അയാൾ പറയുകയാണ് ആമുഖമിട്ടുകൊണ്ട്, ഇത് ചുരുക്കമാണ്, രത്ന ചുരുക്കം, കുറച്ചേ ഉള്ളൂ. പഠിപ്പിക്കുന്ന അധ്യാപകന്മാർ കുട്ടികളെ വിശദമായി പഠിപ്പിക്കേണ്ടതാണ്. എവിടുന്നാ പഠിക്കുക? ഞാൻ വിനയത്തിന്റെ ഭാഷ ചോദിക്കുകയാണ്. നിങ്ങൾക്കറിയുമോ ഹൈളി നിഫാസ് ഇസ്തിആളത്ത് പോലത്തെ കാര്യങ്ങൾ പെൺകുട്ടികൾക്ക് പഠിക്കേണ്ടതിനെ പറ്റി വിശദമായ പഠനമില്ല. ഒരു ഭാഗത്ത് ഇങ്ങനെ പറഞ്ഞുപോയി എന്നല്ലാതെ വിശദമായി പഠിപ്പിക്കുന്നില്ല.
ഇനി നിങ്ങൾക്ക് കേൾക്കണോ? നിസ്കാരത്തിന് 14 ഫർളുകളുണ്ടെന്ന് പറയുന്നു. ആ പുസ്തകം ഇപ്പോ മാറ്റിയോ എന്നറിയില്ല. ആ 14 ഫർളുകൾ എടുത്തു നോക്കിയാൽ 9 ഫർളുകളെ പഠിപ്പിക്കുന്നുള്ളൂ. ഈ കുട്ടി 4ാം ക്ലാസ് കഴിയുമ്പോഴേക്ക്, മദ്രസ കഴിയുമ്പോഴേക്ക് ഈ കുട്ടി ഹൈസ്കൂളിൽ പോയി 5ാം ക്ലാസ്സിലേക്ക് പോയി. പിന്നെ ഈ കുട്ടിക്കൊന്നും പഠിക്കാൻ കഴിയുന്നില്ല. ഈ കുട്ടി പിന്നെ പെടുന്നത് എന്താണ്? കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്ന നിഷിദ്ധം, അള്ളാഹുവിന്റെ പേരിൽ ദിക്റിയിൽ നിന്ന് നിഷിദ്ധം, സലാത്തിൽ നിന്ന് നിഷിദ്ധം. ഞാൻ പറയുന്നു 35 വർഷമായി വല്ലാഹി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് എനിക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇനി അവർ പറയുന്ന സലാത്ത് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എന്ന് പറയുന്ന സലാത്ത് എല്ലാം എനിക്ക് കഴിഞ്ഞിട്ട് അത്തഹിയ്യാത്തിലല്ലാതെ കഴിഞ്ഞിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വാക്ക് കൊടുക്കുമ്പോഴും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മുസബ്ബിഹ് വിരൽ ഉയർത്തുമ്പോൾ അത്തഹിയ്യാത്തിലുമല്ലാതെ ഒരൊറ്റ കുട്ടിക്കും അത് ചൊല്ലാൻ കഴിയുന്നില്ല. അവർക്ക് അതിനുള്ള മജ്‌ലിസുകളില്ല. ആ മജ്‌ലിസുകളെല്ലാം ശിർക്കിന്റെ കൂടാരമാണെന്നാ പഠിപ്പിക്കുന്നത്. ഇവരുടെ ലക്ഷ്യം എവിടേക്കാ? ഇവിടെ പറഞ്ഞതുപോലെ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ഒറ്റിക്കൊടുത്തവർ ഇവരാ, അഹ്ലെ ഹദീസുകാരാ. സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആദ്യമായി ബൈബിളിന് പരിഭാഷ എഴുതി ക്രിസ്തീയ സമൂഹത്തെ സുഖിപ്പിക്കുകയും കുരിശ് ധരിച്ച സ്വർണത്തിന്റെ പതക്കം സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് ഇസ്ലാമിനെ ഒറ്റിക്കൊടുത്ത വ്യക്തിയാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം ഒറ്റിക്കൊടുത്തവരാ. എന്ന് വേണ്ട മീർ ജാഫറും സർ സയ്യിദ് അഹമ്മദ് ഖാനും അസ്സൻ ഖാനും എല്ലാം ഈ സമുദായത്തെ ഒറ്റിക്കൊടുത്ത മുജാഹിദുകാരാ. അതിന്റെ വാക്കിയാണ് ഇവരും. ഇവർക്ക് തീർച്ചയായിട്ടും ഈ സമുദായത്തെ ഉന്മൂലനം ചെയ്യുക, ഇസ്ലാമിന് പരിചയമില്ലാത്ത വിഭാഗത്തെ വാർത്തുവിടുക എന്നുള്ള ഏക ലക്ഷ്യമാണുള്ളത്. അതുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നീട്ടിപ്പരത്തി പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് ഇവിടെ ബഹുമാനപ്പെട്ട നൗസാദ് ആസിനിയുടെ പ്രഭാഷണം കേൾക്കാൻ വേണ്ടി സന്നദ്ധരായിരിക്കുന്ന നിങ്ങൾക്ക് ഇനി ഞാൻ എന്തൊരു പറഞ്ഞ് സംശയമയം കഴിയുന്നില്ല. ഇൻഷാ അല്ലാഹ് സൗകര്യം കിട്ടുകയാണെങ്കിൽ വിശദമായിട്ട് വളരെ തെളിവുകൾ സഹിതം ഒരുപാട് കാര്യങ്ങൾ നിരത്താനുണ്ട്. പിന്നീട് സമയത്ത് ആവാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ക്കുന്നു. അള്ളാഹു നമ്മൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് ഈമാനോട് പഠിക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ അർഹമുർ റഹീമായ തമ്പുരാൻ വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. നിങ്ങൾക്കും എനിക്കും അള്ളാഹു ശരീരത്തിനും സുഖവും ആരോഗ്യവും പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രാർത്ഥിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.